ഹായ് ഡിയർ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു പിസ്സയുടെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമ്മളിത് സാധാരണ പിസ്സയല്ല, ഒരു വെറൈറ്റി പിസ്സയാണ്. കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നമുക്ക് പെട്ടെന്ന് ഒരു പിസ്സയൊക്കെ കഴിക്കണം എന്ന് തോന്നിയാൽ നമുക്ക് വീട്ടിൽ ദോശമാവൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമുക്ക് സിമ്പിളായിട്ട് തന്നെ റെഡിയാക്കി എടുക്കുകയും ചെയ്യാം. അപ്പോൾ എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതുപോലെ ചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ദോശ ചുടുന്ന ചട്ടിയാണത്. ചട്ടീൻ്റെ ഭംഗി ആരും നോക്കരുത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് 2 കയ്യിൽ ദോശമാവ് ഒഴിച്ച് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. നമ്മൾ ദോശ ചുട്ടെടുക്കുന്നത് പോലെ ഇതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഇതുപോലെ ചുറ്റിച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ മുകളിൽ ഇതുപോലെ കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഈ സമയത്തൊക്കെ തീ സിമ്മിലിടണം, അല്ലെങ്കിൽ പെട്ടെന്ന് അത് അടിക്ക് പിടിക്കും. അപ്പോൾ അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഇനി കുറച്ച് നെയ്യിട്ട് കൊടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ആകെ പരത്തി കൊടുക്കാം. കൂടുതലിട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല, അതുപോലെ കുറച്ചിട്ട് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു കയ്യിലുകൊണ്ടാണ് ഇതുപോലെ അങ്ങ് പരത്തി കൊടുക്കുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ടൊമാറ്റോ കെച്ചപ്പ് ഒന്ന് തേച്ച് കൊടുക്കാം. പിസ്സ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. ഞാനിപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലാത്തതുകൊണ്ടാണ് ഞാൻ ടൊമാറ്റോ കെച്ചപ്പ് ഇതുപോലെ ചേർത്ത് മുകളിൽ തേച്ച് കൊടുക്കുന്നത്. അപ്പോൾ കൂടുതൽ കെച്ചപ്പിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് നല്ലതുപോലെ തന്നെ അങ്ങ് ഇതുപോലെ എല്ലാ ഭാഗത്തും അങ്ങ് പരത്തി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് വലിയ ഉള്ളി ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ചും കൂടെ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതുപോലെ എല്ലാ ഭാഗത്തേക്കും നമ്മൾ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക, എന്നിട്ട് ചേർത്ത് കൊടുക്കുക. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ക്യാപ്സിക്കം ഇതുപോലെ ചെറുതായി കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ക്യാപ്സിക്കം ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ തക്കാളിയുടെ ഉൾഭാഗം ഒഴിവാക്കിയിട്ടാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തക്കാളിയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഈ സമയത്തൊക്കെ നമ്മൾ തീ സിമ്മിലിടണം, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഉള്ളി ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഒലീവാണ്. ഒലീവ് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളതാണ്. അപ്പോൾ അത് കയ്യിൽ ഒലീവ് ഉള്ളവർ ഇതുപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിന് മുകളിൽ ഇതുപോലെ ഒലീവും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നല്ലതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാൻ ഒലീവ് ഇതുപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ കുറച്ച് ഒറിഗാനോ ഇട്ട് കൊടുക്കാം. ഇതുപോലെ പിസ്സ ഉണ്ടാക്കിയിട്ട് കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്, ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ദോശമാവൊക്കെ ബാക്കിയുള്ളവർ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി തന്നെയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഒറിഗാനോ ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മുടെ വറ്റൽമുളക് പൊടിച്ചെടുത്തിട്ടുള്ളതാണ്, അതും കൂടെ നമുക്ക് ഇതിൻ്റെ മുകളിലൂടെ ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചീസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ മൊസറല്ല ചീസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ കുറച്ചിൻ്റെ അടുത്ത് ഗ്രേറ്റ് ചെയ്ത ചീസ് ഉണ്ടായിരുന്നു, അപ്പോൾ അതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചീസ് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിപ്പോൾ കുറച്ച് ഗ്രേറ്റ് ചെയ്തതും പിന്നെ കുറച്ച് ഗ്രേറ്റ് ചെയ്യാത്ത ചീസും കൂടെയാണ് ഇട്ട് കൊടുക്കുന്നത്. എൻ്റെ അടുത്ത് കയ്യിൽ കുറച്ചുള്ളൂ ഗ്രേറ്റ് ചെയ്ത ചീസ് ഉള്ളത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ രണ്ടും കുറച്ച് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഗ്രേറ്റ് ചെയ്ത ചീസ് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് ചീസ് ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ എനിക്ക് ചീസ് കുറച്ച് കുറവാണെന്ന് തോന്നിയപ്പോഴാണ് ഞാൻ ഇതുപോലെ കട്ട് ചെയ്തതും കൂടെ അതിൻ്റെ മുകളിൽ ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ സമയത്തൊക്കെ തീ സിമ്മിലിടാൻ പ്രത്യേകം ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിക്ക് പിടിക്കും. കാരണം ദോശമാവാണ്, പെട്ടെന്ന് തന്നെ അടിക്ക് പിടിക്കും, അത് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നമുക്ക് ചീസൊക്കെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതൊരു 2-3-4 മിനിറ്റ് നമ്മുടെ ചീസ് നല്ലതുപോലെ തന്നെ ഒന്ന് മെൽറ്റായിട്ട് വരുന്നത് വരെ നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം.
അപ്പോൾ നമ്മുടെ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് തന്നെ പിസ്സ വേണമെന്ന് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ റെഡിയാക്കിയിട്ട് കൊടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പിസ്സ തന്നെയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഇതൊക്കെ തുറന്ന് നോക്കിയിട്ടുണ്ട്. നമ്മൾ ചീസും എല്ലാം നല്ലതുപോലെ തന്നെ മെൽറ്റായി വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള പിസ്സയുടെ ദോശമാവ് വെച്ചിട്ട് റെഡിയാക്കിയിട്ടുള്ള പിസ്സയുടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തിട്ട് ചൂടോടുക്കനെ തന്നെ കഴിക്കാം. നല്ല ടേസ്റ്റാണ്. ഒരു പ്രാവശ്യമെങ്കിലും ഇതുപോലെ ദോശമാവ് വീട്ടിലുണ്ടെങ്കിൽ നമ്മളൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് തന്നെ നമുക്കിതുപോലെ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ദോശമാവ് വെച്ചിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനി നമുക്കിത് ചൂടോടുക്കനെ തന്നെ കട്ട് ചെയ്തിട്ട് നമുക്ക് കഴിക്കാം. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഞാൻ വേറൊരു വീഡിയോസായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.